ശേഷം നിഷേധികൾ വരാണ്. അപ്പോൾ അവർക്കുള്ള മറുപടി വേറെ പറയുന്നുണ്ട്. മനുഷ്യനെ നാം ഒരു തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചു. നിസ്സാരമായി കാണുന്ന ഒരു തുള്ളി. ഒരു സ്വർണ്ണക്കട്ടിയിൽ നിന്നാണ് ജനിച്ചെങ്കിൽ എന്തെങ്കിലും ഒരു വില ഉണ്ടായിരുന്നു. മനസ്സിലായല്ലേ? ഒരു സ്വർണ്ണക്കുളത്തുനിന്ന് ജനിച്ചു വന്നാന്നൊക്കെ പറഞ്ഞാൽ, ഇത് മനുഷ്യൻ വെറുക്കുന്ന ദ്രാവകത്തിൽ നിന്ന്, നിസ്സാരമായി കാണുന്ന ദ്രാവകത്തിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചു. എന്നിട്ട് ഇപ്പോൾ നിന്ന് തർക്കിക്കുകയാണോ? അവലം മിറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ഇപ്പോൾ അവനത് നിന്ന് തർക്കിക്കുന്നു. വയനാട് എന്തുകൊണ്ട് രക്ഷിച്ചില്ല? മനസ്സിലായില്ലേ? മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. മനുഷ്യൻ മരിച്ച് നുരുമ്പിപ്പോയാൽ, എല്ലായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വരും? എങ്ങനെ ആര് സൃഷ്ടിക്കും? അപ്പോൾ അതിന് അള്ളാഹു കൊടുത്ത മറുപടി എന്താ അറിയോ? നമ്മൾ സാധാരണ കുട്ടികളൊക്കെ പറയില്ല, തഗ് മറുപടി എന്ന് പറയുമല്ലോ. മനസ്സിലായില്ലേ? അതായത് നേരെ മറുപടിക്ക് പകരം മുഖത്തടിച്ച പോലത്തെ മറുപടി. അപ്പോൾ അള്ളാഹു മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഈ ദ്രവിച്ചു പോയ എല്ലുകളെ ആര് ജീവിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ റബ്ബുൽ ആലമീനായ അള്ളാഹു എന്നൊന്നും പറയാൻ പോയില്ല. നേരെ പറഞ്ഞു യുഹീഹല്ലദീ അൻശഅഹ അവ്വല മറ. നിന്നെ ആദ്യം പഠിച്ചതാണ് അവൻ തന്നെ പഠിച്ചവർ. മനസ്സിലായില്ലേ? അതായത് ആരാ പടക്കാന്ന് ചോദിച്ചല്ലോ, നിന്നെ ആദ്യം പഠിച്ചതാരാണോ അവൻ തന്നെ എന്ന് പറഞ്ഞാൽ മറുപടി ആവശ്യമില്ലെന്നർത്ഥം. റബ്ബുൽ ആലമീനായ അള്ളാഹു എന്ന് ഒരുപാട് വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യുഹീഹല്ലദീ അൻശഅഹ അവ്വല മറ. ആരാണോ ആദ്യം പഠിച്ചത് അവൻ തന്നെ രണ്ടാമത് പടക്കും. അപ്പം അള്ളാഹു തആല മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുതരാണ്, എത്ര നിസ്സാരനാണ്. എന്നിട്ടും നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയുന്ന ഇപ്പം ഉലമാ